നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 18-ാമത്തെ അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകം. ഇന്ന് 659-ാം ദിവസത്തെ പാരായണം. തസ്യൈവ ഹേതോ പ്രേതേത കോവിദോ ന ലഭ്യതേ യദ്ഭ്രമഥാമുപര്യത തല്ലഭ്യതേ ദുഃഖവധന്യത സുഖം കാലേന സർവത്ര ഗഭീരരംഭസ. ഓം തത്സത്. തസ്യ ഹേതോ ഏവ, അങ്ങനെയാണ് അവിടെ അർത്ഥം വരിക. തസ്യ ഏവ ഹേതോ പ്രേതേത കോവിദോ ന ലഭ്യതേ യത് ഭ്രമതാം ഉപര്യത തൽ ലഭ്യതേ ദുഃഖം അധന്യത സുഖം കാലേന സർവത്ര ഗഭീര രംഭസ. അതായത് ഉപര്യത മേലും കീഴും, ഭ്രമതാം ചുറ്റുന്നവർക്ക്, യത് യാതൊന്ന്, ന ലഭ്യതേ ലഭിക്കുകയില്ലയോ, പ്രയതേത പ്രയത്നിക്കണം, ഗഭീര രംഭസ അതായത് അധികരിച്ച ശക്തിയോട് കൂടിയ, കാലേന കാലം കൊണ്ട്, അന്യത കർമ്മത്താൽ തന്നെ, എല്ലാ ദിക്കിലും, സർവത്ര എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കിലും, തത് സുഖം ആ സുഖം, ദുഃഖവത് ദുഃഖമെന്ന പോലെ, ലഭ്യതേ ലഭിക്കപ്പെടുന്നു. അതായത് സ്വധർമാനുഷ്ഠാനം കൊണ്ട് അതിൻ്റെ ഫലം ലഭിക്കാത്തതല്ല, അതിന് ഫലമുണ്ട്. പക്ഷേ ആ ഫലം വന്നും പോയും കൊണ്ടിരിക്കും. നല്ല കർമ്മങ്ങൾ ചെയ്ത് സ്വർഗത്തിലെത്തിയാൽ പിന്നെ സ്വർഗത്തിലിരുന്ന് സുഖിച്ചിട്ട് ആ കർമ്മങ്ങളുടെ ഫലം തീരുമ്പോൾ വീണ്ടും ഭൂമിയിൽ ജനിക്കുന്നു. വീണ്ടും ഭൂമിയിൽ നിന്ന് കർമ്മങ്ങൾ ചെയ്യും. നല്ല കർമ്മം ചെയ്യുമ്പോൾ സ്വർഗം, മോശം കർമ്മങ്ങൾ ദുഃഖം, നല്ല കർമ്മത്തിന് സുഖം ലഭിക്കുന്നതിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ വിധം ഇങ്ങനെ കാലം കൊണ്ട് ചുറ്റിക്കൊണ്ടേയിരിക്കും. ആ കാരണം കൊണ്ട് തസ്യ ഏതോ ഏവ അതിനു വേണ്ടിയിട്ട് തന്നെ ആ സമർത്ഥനായിട്ടുള്ള ധർമ്മം പാലിക്കുന്ന, സ്വധർമ്മം അനുഷ്ഠിക്കുന്നവർ മേലും കീഴും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. എന്നാൽ പരമമായ ആ ആനന്ദത്തെ, പരമമായ ഈ പുണ്യപാപങ്ങളുടെ ബന്ധനത്തിൽ നിന്നും മോചിച്ചിട്ട് പരമമായ ഫലത്തെ ലഭിക്കണമെങ്കിൽ, മുക്തി ലഭിക്കണമെങ്കിൽ ശ്രീഹരിയുടെ ഭക്തി തന്നെ വേണം. അതൊന്നു മാത്രമാണ് എല്ലാറ്റിനും പരിഹാരമായിട്ടുള്ളത് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നാരദർ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ സ്വധർമാനുഷ്ഠാനം കൊണ്ട് അവർ മേലെയും കീഴെയും പോയിക്കൊണ്ടിരിക്കും. പ്രയത്നമില്ലാതെ തന്നെ ദുഃഖം ലഭിക്കും. അത് നമ്മുടെ പൂർവജന്മ അനുഷ്ഠാനം കൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ ചെയ്യുന്ന പ്രയത്നം കൊണ്ട് മാത്രമല്ലാതെ തന്നെ നമുക്ക് ദുഃഖം ലഭിക്കും. ദുഃഖം ലഭിക്കുവാൻ വേണ്ടി പ്രയത്നം ചെയ്യേണ്ട ആവശ്യമില്ല. തല്ലഭ്യതേ ദുഃഖവധന്യത. സുഖവും അങ്ങനെ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്താൽ കാലം കൊണ്ട് സുഖവും ദുഃഖവും അതിൻ്റെ ഗതികൾക്കനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ സുഖദുഃഖത്തിൽ നിന്നൊക്കെ മാറി പരമമായ ആനന്ദം ലഭിക്കണമെങ്കിൽ ഹരിഭക്തി ഒന്നു മാത്രമാണ് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം. അങ്ങനെയുള്ള ആ ഹരിഭക്തിയെ സാധാരണക്കാർക്ക് ലഭിക്കുന്ന മാതിരിയുള്ള ഒരു രചന നടത്തണം എന്ന് നാരദർ വ്യാസമഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. തസ്യൈവ ഹേതോ പ്രയതേത കോവിദോ ന ലഭ്യതേ യത് ഭ്രമതാമുപര്യത തല്ലഭ്യതേ ദുഃഖവധന്യത സുഖം കാലേന സർവത്ര ഗഭീരരംഭസ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.